പ്രസിദ്ധമായ നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശി നാളെ ആയിരങ്ങൾ എത്തിച്ചേരുന്ന സ്വർഗവാതിൽ ഏകാദശിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. പുലർച്ചെ 4-ന് ആരംഭിക്കുന്ന നിർമ്മാല്യ ദർശനത്തോടെയാണ് ഏകാദശിയുടെ ചടങ്ങുകൾക്കും ആഘോഷങ്ങൾക്കും തുടക്കമാകുക. ആയുർവേദ സ്വരൂപനായ ധന്വന്തരി മൂർത്തിയെ തൊഴുത് അനുഗ്രഹം നേടുന്നതിനും ക്ഷേത്രത്തിലെ ദിവ്യൌഷധമായ മുക്കിടി സേവിക്കുന്നതിനും പ്രധാന വഴിപാടായ അട്ടയും കുഴമ്പും നടത്തുന്നതിനും ആയിരങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുക. വിപുലമായ ഒരുക്കങ്ങളാണ് ഇതിനുവേണ്ടി സംഘാടകർ നടത്തിയിട്ടുള്ളത്. ഭാരതത്തിലെ ആദ്യത്തേതും ഏറ്റവും പ്രാധാന്യവുമുള്ള ധന്വന്തരി ക്ഷേത്രമാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രം. ആയുർവേദത്തിന്റെ അതിദേവനായ ധന്വന്തരി മൂർത്തിയെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചത് അശ്വനി ദേവകളാണെന്നാണ് വിശ്വാസം. ആയുർവേദ ചികിത്സയുമായി ബന്ധപ്പെട്ട ക്ഷേത്രമായതിനാൽ ഇവിടുത്തെ ഏകാദശി ചടങ്ങുകൾക്ക് ഏറെ സവിശേഷതകളുണ്ട്. അതിനാൽ തന്നെ ഏകാദശി ചടങ്ങുകളിലും ഔഷധ സേവയിലും പ്രസാദ ഊട്ടിലും പങ്കെടുക്കാൻ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യത്തിന് പുറത്തുനിന്നുമായി ആയിരക്കണക്കിന് ഭക്തരാണ് എത്തിച്ചേരുക. സുഗമമായി ദർശനം നടത്തുന്നതിനുള്ള സൗകര്യങ്ങൾ ദേവസ്വം ഒരുക്കിയിട്ടുണ്ട്. വൈകുണ്ഠ ഏകാദശിയുടെ എല്ലാ ഒരുക്കങ്ങളും ഒരുവിധം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഭക്തജനങ്ങൾക്ക് സുഗമമായി വന്ന് ക്ഷേത്ര ദർശനം നടത്തുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും കേരള പോലീസിന്റെയും മറ്റ് എല്ലാവരുടെയും സഹായം കൊണ്ട് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെ നടത്താൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഏർപ്പാട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ 10-ന് പ്രമുഖ സംഗീതജ്ഞർ പങ്കെടുക്കുന്ന പഞ്ചരത്ന കീർത്തനാലാപനത്തോടെ സംഗീതോത്സവത്തിന് സമാപനമാകും. 10:30-ന് പ്രസാദ ഊട്ട് ആരംഭിക്കും. ഗോതമ്പ് ചോറും പുഴുക്കും രസക്കാളനുമാണ് പ്രസാദ ഊട്ടിന് നൽകുന്നത്. ഇത്തവണ ഗോതമ്പ് പായസവും നൽകുന്നുണ്ട്. പാളപ്പാത്രത്തിലാണ് ഊണ് നൽകുക എന്നതും ഈ ക്ഷേത്രത്തിലെ പ്രത്യേകതയാണ്. ഇലയിട്ട് വിളമ്പി കൊടുക്കുവാനുള്ള സൗകര്യവും ഇത്തവണ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും ഭഗവാന്റെ പ്രസാദം കൊടുക്കുന്ന അന്നദാനം അത് ഗോതമ്പാണ് നമ്മൾ എല്ലാ വർഷവും ഇവിടെ അന്നദാനമായിട്ട് കൊടുക്കാറ്. അത് ഈ വർഷവും അത് വളരെ നല്ല രീതിയിൽ തന്നെ, പ്രത്യേകിച്ച് ആദ്യമായിട്ടായിരിക്കാം വരിയിൽ നിൽക്കുന്ന ഭക്തജനങ്ങൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കേണ്ടവർക്ക് ഇരുത്തി വിളമ്പി കൊടുക്കുന്ന രീതിയിൽ ഭക്ഷണം കൊടുക്കുന്ന ഒരു സജ്ജീകരണം കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട്. ബുഫേ സിസ്റ്റവും ഉണ്ട്. അതിനൊപ്പം തന്നെ എല്ലാവർക്കും പായസവും നൽകുന്ന, ഗോതമ്പ് പായസവും നൽകുന്ന ഒരു മഹാ അന്നദാനമാക്കിയിട്ട് തന്നെ ഈ വർഷത്തെ അന്നദാനത്തിനെ മാറ്റിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 1:30 മുതൽ പഞ്ചവാദ്യം, മേളം എന്നിവയുടെ അകമ്പടിയോടെ കാഴ്ചശീവേലി എഴുന്നള്ളിപ്പ് ആരംഭിക്കും. വൈകിട്ട് 3 മണിയോടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. ഏക്കമില്ലാതെ വഴിപാടായാണ് ആനകളെ എഴുന്നള്ളിക്കുക. തുടർന്ന് സന്ധ്യയ്ക്ക് ദീപാരാധന, സ്പെഷ്യൽ നാദസ്വരം, ഭക്തിഗാനമേള, രാത്രി 10-ന് വിളക്കെഴുന്നള്ളിപ്പ്, തായമ്പക, ഡബിൾ തായമ്പക, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, പഞ്ചവാദ്യം, മേളം, നാദസ്വരം എന്നിവ നടക്കും. കുടിവെള്ള സൗകര്യം, വൈദ്യസഹായം, പോലീസ് സേവനം എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. ശനിയാഴ്ച പുലർച്ചെ നടക്കുന്ന ദ്വാദശി പണം സമർപ്പണത്തോടെയാണ് ഈ വർഷത്തെ ഏകാദശി ചടങ്ങുകൾക്ക് സമാപനമാകുക. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴൂരിനോടൊപ്പം AM റഷീദ്, എരുമപ്പെട്ടി.